ഇവിടെ ഇത് ചെയ്തോണ്ട് നിന്നാ പറ്റൂല. ബോസ് വരാൻ സമയമായി. അപ്പൊ നമുക്ക് ചിരി പ്രാക്ടീസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാം. ബോസ് വന്നിട്ട് വളിച്ച കോമഡി, പഴയ കോമഡിയൊക്കെ പറയും. അതായത് വെറൈറ്റി ആണെന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് ആട്ടാതെ ചിരിച്ചേക്കണം. കോമഡി ബോസല്ലേ വെടിവെച്ചത് എന്ന് ആർക്കെങ്കിലും കൊള്ളുകയായിരിക്കും. അയ്യോ അയ്യോ അയ്യോ, നിങ്ങളുടെ ബോസിനാണ് പ്രാന്താണോ? ഞാൻ ആ കിഴക്കെ പറമ്പിലുണ്ടല്ലോ വെളിക്കിരിക്കുമായിരുന്നു, എന്നെ ചന്തിക്കിട്ട് വെടി വെച്ചത്. അയ്യോ അയ്യോ അയ്യോ, ഞാൻ എങ്ങനെ പോകും? അയ്യോ അയ്യോ അയ്യോ, ബോസ് വരുന്നു. എന്താണ് ബോയ്സ്? ബോസെ പാന്റ് കീറി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. 3 പേരുമുണ്ടല്ലോ ഇന്ന്. അത് എന്നെ നമ്മളും പറഞ്ഞത്. ബോയ്സ്, ഇന്ന് രാവിലെ എനിക്ക് ആരാണ് ബെഡ് കോഫി കൊണ്ടു തന്നത്? ഞാനാണ് ബോസ്. ബോസ് എന്നെ വിശ്വസിക്കണം. ഇന്ന് കൊണ്ടുവന്ന കോഫിയിൽ എന്റെ അമ്മച്ചിയാണ് ഞാൻ വിരലിട്ടില്ലേ. ബോയ്സ്, നീ വിരലിട മാത്രമല്ല ചായയിൽ പഞ്ചസാരയും ഇട്ടില്ല. അതിലൂടെ പഞ്ചസാര തീർന്നു പോയി ബോസ്. പഞ്ചസാര വാങ്ങിക്കാൻ ഞാൻ റേഷൻ കടയിൽ ചെന്നു. അപ്പൊ അവർക്കറിയത്തില്ലല്ലോ നമ്മൾ കൊള്ളക്കാരാണെന്ന്. പഞ്ചസാര കടം തരൂലെന്ന് പറഞ്ഞു ബോസ്. പഞ്ചസാര ഇടാത്ത ചായ ഒന്നും കൂടാതെ എന്നെ റേഷൻ കടയിൽ നാറ്റിക്കുകയും കൂടെ ചെയ്തു അല്ലടാ നീ. നീ ഒരിക്കലും ഈ സംഘത്തിൽ പറ്റില്ല. നിന്നെ ഞാൻ ആ കരച്ചിലൊരു പിച്ചില്ല അല്ലടാ. ബോസ്, ഒരു കാര്യം പറഞ്ഞു ബോസ്. പുറത്ത് അനിയത്തി. കുറെ നാളെ നിന്റെ അനിയത്തെ കണ്ട് വിളിക്ക്, ഇച്ചിരി പഞ്ചാര അടിക്കട്ടെ. എന്റെ അനിയത്തി അല്ലെന്ന്, പഴയ കൊള്ളക്കാരൻ അനിയല്ലേ. അവൻ അവന്റെ കല്യാണം പറയാൻ വേണ്ടി എത്തിയെന്ന്. എന്റെ ഈ സാധനത്തിലെ മറ്റേ മുളക് കൂടി വിതറിയ അവന് ഈ പരിസരത്ത് കേട്ടവന് ഓടിച്ചാണ് പാവല്ലേ ബോസ്. പാവമല്ലേ ബോസ്? എന്താടാ ചിരിക്കാത്തത്? നീ ഈ അവഞ്ഞ കൊണ്ടിക്ക് എത്ര ഹാ വെച്ചു നീ? ഞാൻ 12 ഹാ. നീയോ? 14. അപ്പൊ 2 ഹാ നീ കുറവല്ലേ? അത് ഞാൻ 2 ഹാ കൈ നിട്ടപ്പോ മീറ്റർ കിട്ടില്ല ബോസ്. അപ്പൊ നീ ഒരിക്കലും മീറ്റർ ഉള്ളവനെ ഇവിടെ നിർത്താൻ പാടില്ല. നിന്നെ ഞാൻ ഉണ്ട തീർന്നു. ഇങ്ങനെ വേണം ചാകാൻ. കൊതിയുള്ളവൻ ഉണ്ട തന്നിട്ട് വേണം ചാകാൻ. അവിടെ പോയി ചാകാം, ഇവിടെ കിടന്ന പുഴുങ്ങും. അയ്യോ എന്ത് പരിപാടി ബോസ് കാണിച്ചത്? മൊത്തം 3 പേരുള്ള കൊള്ളസംഘമായിരുന്നു ഇത്. ഇപ്പൊ 2 പേരെയും കൂടി ബോസ് കൊന്നു. ഇനി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മാസത്തിനാണ് ഈ 30-ാം തീയതി ആകുമ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നത്. 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ കാശ് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ കൊണ്ടുത്തരും എനിക്ക് കാശ്. എനിക്ക് ശമ്പളം വേണ്ട. ഉള്ളതിന് ഓരോരുത്തർ 2 തട്ടി അത്ര ആയില്ലേ? ബോസ്, നിനക്ക് തരാനുള്ള ശമ്പളം 7 രൂപ 50 പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. ഇത് 2023 അല്ല ബോസ്, 1965 ബോസ്. ഓ, അത് ശരിയാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ അത് കമ്പി ആയിട്ട് അയച്ചു തന്നേക്കാം. വേണ്ട ബോസ്, വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാർ വഴക്ക് പറയും ബോസ്. തർക്കുത്തരം പറയുന്നു ബോസ്. ബോസിന്റെ അടുത്തൊരു കാര്യം ഞാൻ പറയാം. എന്നെ ബോസ് വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിന് മുമ്പ് പോയി ബോസിന് 6 പൊതിച്ചോറ് മേടിച്ചോണ്ട് വരും. ദേഷ്യം വരൂ. ഇങ്ങ വരൂ. ഇതാ 50 പൈസയുണ്ട്. ഈ 50 പൈസക്ക് നീ ഒരു പൊതി ചോറും ഒരു പൈന്റും ബാക്കി കാശുമായിട്ട് വാ. ബോസ്, ഒരു കാര്യം പറയുന്നുണ്ട് ബോസ്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്തായാലും വിശക്കും ബോസ്. അപ്പോൾ ഞാൻ ഒരു ചായയും ഒരു പരിപ്പ് വടയും കൂടി കഴിച്ചോട്ടെ ബോസ്? എന്നാലും ബാക്കി കാശുണ്ടല്ലോ, അത് നീ മറക്കാതെ കൊണ്ടുവരണം. ഓക്കെ ബോസ്. ഒരു കാര്യം പ്ലീസ് കം. യെസ് ബോസ്. ബാക്കി കാശിനെ കുറച്ച് കുന്തിരിക്കാൻ കൂടെ വാങ്ങിച്ചോളൂ. അതെന്തിനാ ബോസ്? ഇതിലെ ചുക്ക തീർന്നു, പകരം ഇടാനാ. ഇട്ട് കത്തിക്കാനില്ല, നാട്ടുകാരൻ തെറ്റിദ്ധരിക്കും. ഓക്കെ ബോസ്. പോയിക്കോളൂ. നീ എങ്ങനെയാ പോകുന്നത്? നടന്നാ ബോസ്? നടന്നു പോകാൻ ഈ കൊള്ള സംഘത്തിലെ ബോസിന്റെ സിംഗിളി നടന്നു പോകാനോ? നടക്കില്ല, ഓടിപ്പോടാ. വിശന്ന് പണ്ടാരടങ്ങണം മനുഷ്യൻ. ഈ കൊള്ള സംഗീതമൊക്കെ നിർത്തി വീട്ടിൽ വല്ല പണിക്കും പോവായിരുന്നു. ഈ സമയത്ത് ഒരു ഡാൻസ് കാണാം. ഡാൻസ്. ആ വേട്ടാളിയാൻ പോയോ?
25 വർഷമായി നിങ്ങൾ എന്നോട് ഡാൻസ് കളിക്കുന്നു. ഉവ്വ. ഇനിയെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചുകൂടെ? ഇത്രയും നാളും വലത്തേക്കായിക്കാ പിടിച്ചേ, ഇനി ഇടത്തേക്കായിക്ക് പിടിക്കാം. അമ്മേ, എന്നെ പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ? ഡാൻസിന്റെ സ്റ്റെപ്പ് ഒന്ന് മാറ്റി പിടിച്ചുകൂടെ എന്ന്. സത്യം പറയട്ടെ, സത്യനല്ലേ പറയുന്നത്? പൊളിഞ്ഞ്. അതല്ല, ഞാൻ നഗ്നമായ ഒരു സത്യം പറയട്ടെ. നഗ്നമായി ഇവിടെ നിൽക്കരുതേ, നാട്ടുകാരൊക്കെ ഉള്ളതാണ്. ഇവള് വണ്ടിയാണല്ലോ. നഗ്നമായ സത്യം എന്ന് പറഞ്ഞാ ഞാനൊരു സത്യം പറയട്ടെ എന്ന്. പറയൂ. ഞാൻ ഡാൻസർ അല്ല. ആ ഡാൻസ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. വീണ്ടും പൊളിഞ്ഞല്ല. അതല്ല, 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊള്ളക്കാരെ പിടിക്കാൻ വേഷം മാറി വന്ന പോലീസ് എന്തോന്ന്? പോലീസ് സ്റ്റേഷനിലെ സ്റ്റാറുള്ള മൂത്ത ആളാണ് ഞാൻ. ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കത്തില്ല? ഇല്ല. ഇങ്ങോട്ട് നോക്ക്. അമ്മേ, ഇൻസ്പെക്ടർ സത്യനേശൻ. ഇപ്പോഴോ? ഹായ്, നർത്തകൻ. ഒറ്റ കുഞ്ഞുങ്ങൾ അറിയരുത് ഇത്. എന്നാൽ ഞാനും ഒരു കാര്യം പറയട്ടെ. പറ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? എനിക്കറിയാം, ഇവിടുത്തെ ഡാൻസർ. അല്ല. പിന്നെ ഇങ്ങോട്ടൊന്ന് നോക്കൂ. CID സുലോചന. ഇനി നോക്കൂ. ഡാൻസർ. ദയവ് ചെയ്ത് നിങ്ങൾ ഇത് ആരോടും പറയരുതേ. ഞാൻ ഈ പൊട്ടിന്റെ മറവിൽ ആൾമാറാട്ടം നടത്തുന്ന കാര്യം ആരോടും പറയരുതേ. അപ്പോ നമ്മളുടെ രണ്ടുപേരും ലക്ഷ്യം ഒന്ന് തന്നെയല്ലേ? എന്നാലും ഈ പൊട്ട എവിടെ നിന്നാണ് മേടിച്ചത്? ചാലയിലെ പൊട്ട. പൊട്ടന്നിന്റെ തന്ത. പൊട്ടാന്ന് വിളിച്ചതല്ല, ചാലയിൽ നിന്ന് വാങ്ങിയ പൊട്ടാന്ന്. ഈ താടിയും ചാലയിൽ നിന്നും മേടിച്ചതാ. 250 രൂപ മീറ്ററിന്. ആട്ടെ, നിങ്ങൾ ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആ കൊള്ളക്കാരെ പിടിച്ചില്ല? നീ ഒരു കാര്യം മനസ്സിലാക്കണം, തെളിവുകളാണ് നമുക്ക് ആവശ്യം. സോളിഡ് പ്രൂഫ്. അത് കിട്ടിയാലുടൻ തന്നെ അവരെ നമ്മൾ അറസ്റ്റ് ചെയ്യും. ഓക്കെ? അമ്മേ, ബോസ് വരുന്നു. വീണ്ടും ആ വേട്ടാവളിനോ? ഓടിക്കോളൂ. നർത്തകർ രണ്ടും കൂടി പഞ്ചാരടിയും കഴിഞ്ഞ് പോയതേ ഉള്ളൂ. ഇപ്പോ പക്ഷെ പിന്നെ ആഹാരം കഴിക്കാൻ പോയതിനെ കണ്ടില്ലല്ലോ ഇതുവരെ. ബോസ്, ബോസ്. ഉള്ളൂർ മുതൽ മെഡിക്കൽ കോളേജ് വരെ നീണ്ട ക്യൂ. അവസാനം എങ്ങനെയും ഇടിച്ചു കയറി ഞാൻ കുതിച്ചോറ് ഒപ്പിച്ചു ബോസ്. താങ്ക് യു ബോസ്. പക്ഷേ എന്നോട് ക്ഷമിക്കണം ബോസ്. എന്താണ്? ബോസ് എന്നോട് ഒരു പരിപ്പോടെ തിന്നാനല്ലേ പറഞ്ഞത്? ഞാൻ 2 പരിപ്പോടെ അധികം തിന്നു ബോസ്. നീ ഇന്ന് രാത്രിയും കൂടെ ആരും കിടത്തി ഉറക്കില്ലല്ലടാ. ബാക്കി കാശ് എന്നാലും കാണുമല്ലോ. ഇല്ല ബോസ്, ഞാൻ പറഞ്ഞതെല്ലാം നീ തെറ്റിച്ചു. വാക്കുകൾ തെറ്റിച്ചു. നിന്നെ ഞാൻ ഇനി ഇവിടെ വെച്ചേക്കില്ല. കൊല്ലരുത് ബോസ്. നാളെ 1-ാം തീയതിയാണ് നിന്നെ ഇവിടെ വെച്ചേക്കില്ല. നാളെ 1-ാം തീയതിയാണ് നിന്നെ ഞാൻ ഇവിടെ വെച്ചേക്കില്ല. കൊല്ലരുത് ബോസ്. ബോസ്, യെസ്. ആരാണ് ഒരു അഡീഷണൽ ബോസ് വിളിച്ചത്? ബോസ്, ഇന്ന് കടത്താനുള്ള പെട്ടി എത്തി ബോസ്. മിസ്റ്റർ, താങ്കൾ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ച് മുഖത്ത് കരിവാരി തേക്കണം കേട്ടോ. അതെന്തിനാ ബോസ്? ചെറിയൊരു ഈഗോ എനിക്ക് അടിക്കുന്നുണ്ട്. ഇവിടുത്തെ ഡാൻസേഴ്സിനെ വിളിക്കൂ. ഡാൻസേഴ്സ്, ഡാൻസേഴ്സ്. Yes. ഡഗ്ലാസ്, Yeah. ഈ പെട്ടി നിറയെ വൈരങ്ങളും രത്നമയുമാണ്. രത്നമേ, അതാരാ? അല്ല, വൈരങ്ങളും രത്നങ്ങളുമാണ്. നാളെ 8:30 ഫ്ലൈറ്റിന് ബാംബെയിലേക്ക് കയറ്റിവിടാനുള്ളതാണ്. നിങ്ങളാണ് ഇതിന്റെ കാരിയർ. ഞങ്ങള് ഒരു കൊറിയർ സർവീസിന്റെ ആൾക്കാരല്ല. കൊറിയർ അല്ല മിസ്റ്റർ, ഇത് നിങ്ങൾ കൊണ്ടുപോകണം. ഹായ് സർ. കൊള്ളാമല്ലോടാ വേന്ദ്ര, നീ എന്റെ ഉപ്പ് ചോർന്നിട്ട് നീ എനിക്കിട്ട് പണിയുന്നു. നിങ്ങളുടെ ഉപ്പും ചോറും തിന്നിട്ടാണെന്ന് തോന്നുന്നു. തലകറങ്ങിട്ട് മേല, BP കൂടുതലാണ്. 150, 130. ഹായ് സർ. നീ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കടാ. പറഞ്ഞു നോക്കിയാൽ എനിക്ക് അറിയാം. എന്താ? ചന്തിയല്ലേ? അതല്ല, നീ ഒന്ന് തിരിഞ്ഞു നോക്ക. സ്റ്റോപ്പ് യുവർ ഗണ്ണ്. വലിച്ചു കിടക്കുന്നു. എന്റെ ബോസിനെ കൊന്നിട്ട് നിനക്ക് രക്ഷപ്പെടാമെന്ന് നീ വിചാരിച്ചോടാ? വെറും ഒരു സർക്കാർ ജോലി കൊണ്ട് മാത്രം ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ പറ്റില്ല. ചതിക്കുമായിരുന്നല്ലേ? എന്നെ ചതിച്ച നീ ഒരു നിമിഷം ഈ കൊള്ള സംഗീതത്തിൽ നിൽക്കാൻ യോഗ്യനല്ല. നിന്നെ ഞാൻ വെടിവെക്കരുതെന്നാ പറഞ്ഞേ. വെടിവെക്കും. വെടിവെക്കരുതെന്നാ നിന്നെ ഞാൻ കൊല്ലും. എന്നാ വെക്കടാ വെടി. എങ്ങനെയുണ്ട് ഇത്? അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന തോക്ക. ആദ്യത്തുണ്ട പുറകിലോട്ടേ പോകും. മണ്ടിപ്പെണ്ണ്, നിന്റെ കാര്യം ഞാൻ നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് നല്ല വഴക്ക് ഞാൻ കേൾപ്പിക്കും. നോക്കിയോ? തെക്കടി വെടി തോക്ക് തിരിച്ചു പിടിക്കാനാ പറഞ്ഞ. എന്റെ ബോസിനെ കൊന്നിട്ട് നീ എന്നെയും പറ്റിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഇടി തോക്ക് തിരിച്ചു പിടിക്കാൻ. ഇങ്ങനെ പിടിച്ചാലല്ലേ നീ മരിക്കൂ. ഇടി തോക്ക് തിരിച്ചു പിടിച്ചിട്ട് പൊട്ടിക്കടി. മണ്ടി. ആദ്യത്തുണ്ട മാത്രമേ പുറകോട്ട് പോകൂ.
രണ്ടാമത്തുണ്ട മുമ്പിലോട്ട് തന്നെ പോകും. പക്ഷേ ഈ തോക്ക് മേടിച്ച കമ്പനിക്കാര് മൂന്നാമത്തുണ്ട എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. നോക്കിട്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്റെ മെനു കാർഡും ഇല്ലല്ലോ ദൈവമേ, എങ്ങനെ കണ്ടുപിടിക്കും? അയ്യോ 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 അമ്മച്ചി, ഒരു പറമ്പിൽ ഇരുത്തിയാണ് നിങ്ങള് ജീവിക്കാൻ സമ്മതിക്കല്ലേ? അയ്യോ എന്റെ ചന്തി പോയേ. അയ്യോ അയ്യോ അയ്യോ. ഇനി അവനങ്ങനെ ഇതുവഴി വന്നു കഴിഞ്ഞാ എന്റെ ചുവക്കല് തല്ലിപ്പറിക്കും. അതിനു മുമ്പ് വേഷം മാറിക്കളഞ്ഞേക്കാം. ഇനി ഒറ്റ കുഞ്ഞുങ്ങൾ പോലും എന്നെ തിരിച്ചറിയത്തില്ല. കട്ടായ